മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുമെന്ന് ദേവേന്ദ്ര ഫഡ്നാവിസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. പ്രേംലാൽ ചേരുന്നു മുംബൈയിൽ നിന്ന്. പ്രേംലാൽ, ഇദ്ദേഹം രാജിവെക്കുമെന്ന് പറഞ്ഞു, രാജിവെച്ചോ? രാജ്യസന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ലോക്സഭാ ഫലങ്ങളെ കുറിച്ചുള്ള ഒരു അവലോകന യോഗത്തിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലായിരുന്നു ഇത്തരം ഒരു തീരുമാനം അദ്ദേഹം അറിയിച്ചത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി കൂടിയായ ഫഡ്നാവിസ് തന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് BJP നേതൃത്വത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ നിരാശാജനകമായ പ്രകടനത്തിന്റെ ഒരു പശ്ചാത്തലമായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലെ മഹാരാഷ്ട്രയിലെ എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചൊരു നേതാവ് കൂടിയാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. ശിവസേനയെയും NCPയെ നെടുകെ പിളർത്തുകയും പ്രതിപക്ഷത്തെ നിർജ്ജീവമാക്കാനുള്ള ശ്രമങ്ങളെല്ലാം പാളിപ്പോകുന്നതായിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പ്രകടമായത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിമർശനം ഇദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇപ്പോൾ NCPയിലെയും ശിവസേനയിലെയും MLA-മാരെല്ലാം തിരികെ മടങ്ങി പോകാനുള്ള ഒരു തീരുമാനവും നടക്കുമ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലാണ് ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് വേണം കരുതുവാനായിട്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ഫഡ്നാവിസ് വിശദീകരണമായി നൽകിയിരിക്കുന്നത്. അതേസമയം മഹാരാഷ്ട്രയിൽ പാർട്ടിയുടെ ദയനീയ പരാജയത്തിൽ പ്രാദേശിക നേതാക്കളിൽ നിന്നും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരമൊരു രാഷ്ട്രീയ കരുനീക്കങ്ങളെല്ലാം പാളിപ്പോയ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് ഇതിന്റെ തീരുമാനങ്ങൾ ഇനി വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ കഴിയും. പിന്നെ രാജി സന്നദ്ധതയെ കുറിച്ചുള്ള സമയം. പ്രേംലാൽ, നമുക്കറിയാം ശിവസേനയെ പിളർത്തിയതും ഏക്നാഥ് ഷിൻഡെക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തതും ഒപ്പം തന്നെ NCP പിളർത്തി അജിത് പവാറിനെ കൊണ്ടുപോയതും എല്ലാം ഈ ദേവേന്ദ്ര ഫഡ്നാവിസിൻ്റെ തലയിലെ ആശയമാണ്. BJP അവിടെ വലിയ സഖ്യകക്ഷികൾ ദുർബലമായാൽ BJP വലിയ ശക്തിപ്പെടും, അവിടെ BJPയുടെ തേരോട്ടമായിരിക്കും, ശിവസേനയുടെ തട്ടകമായിരുന്ന മുംബൈ BJPയുടെ പ്രധാന കേന്ദ്രമായി മാറും എന്നൊക്കെയുള്ള വ്യാമോഹങ്ങളായിരുന്നു ദേവേന്ദ്ര ഫഡ്നാവിസിനുണ്ടായിരുന്നത്. ഇപ്പോൾ അതിശക്തമായ വിമർശനം സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഉയരാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനാണോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാജിവാഗ്ദാനം? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. ഇതൊരു മുഖം രക്ഷിക്കാനുള്ളൊരു തീരുമാനമായിട്ട് വേണം, വൈകാരികമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് വേണം കരുതാനായിട്ട്. കാരണം ശിവസേനയെ പിളർത്തിയതും അതിന് ശേഷമുണ്ടായ പല നീക്കങ്ങളും ഇവിടുത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് വലിയൊരു വിധത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. ഏക്നാഥ് ഷിൻഡെ താക്കറെ കുടുംബത്തിന്റെ തണലിൽ വളർന്നൊരു നേതാവാണ്. അദ്ദേഹത്തെ പിളർത്തി 40ഓളം MLA-മാരെ കൂടെ നിർത്തുകയും കൂടാതെ അഴിമതിക്കാരായ പല കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കളെ അടക്കം EDയുടെ പേരിൽ പാർട്ടിയിലേക്ക് മുന്നണിയിലേക്ക് കൂടെ ചേർത്തതെല്ലാം വലിയ വിമർശനങ്ങൾക്കാണ് ഉയരുന്നത്. പക്ഷെ ഇതൊന്നും ഫലം കണ്ടില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രകടമാക്കിയത്. അത് തന്നെയാവണം വലിയൊരു സമ്മർദ്ദത്തിന് ദേവേന്ദ്ര ഫഡ്നാവിസ് വലിയൊരു സമ്മർദ്ദമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ, BJPയുടെ പ്രാദേശിക നേതാക്കൾ തന്നെ ഇദ്ദേഹത്തിന് എതിരാണെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്റേണൽ പാർട്ടികൾ, ഈ ശിവസേന ആയാലും NCP ആയാലും അവിടെ തന്നെ നടക്കുന്ന അവിടെ കൂടെ കൂറുമാറി വന്ന അല്ലെങ്കിൽ വിമത നീക്കം നടത്തിയ നേതാക്കളെല്ലാം അതൃപ്തരാണ്. കാരണം ഇവർക്കെല്ലാം വലിയ വലിയ വാഗ്ദാനങ്ങൾ നൽകിയ സ്ഥാനമാനങ്ങൾ നൽകുന്ന ഒരു വാഗ്ദാനം നൽകിയാണ് ഇവരെല്ലാം കൂടെ നിർത്തിയത്. പക്ഷെ ഒരു മന്ത്രിസഭാ വികസനം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അതൃപ്തരായിട്ടാണ് തുടരുന്നത്. ഇപ്പോൾ ഈ നീക്കങ്ങളെല്ലാം പാളിയതായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഫലവും കാണിച്ചത്. അത് തന്നെയായിരിക്കണം ഇത്തരമൊരു തീരുമാനത്തിന് പുറകിലെന്നാണ് കരുതാം. തീർച്ചയായിട്ടും കോൺഗ്രസ് ഇപ്പോൾ ഏതാണ്ട് ഒരു 15 വർഷത്തിന് ശേഷം ഏതാണ്ട് 15 സീറ്റ് അവർ നേടുന്ന തരത്തിലേക്ക് വളർന്നു. കോൺഗ്രസ് അവിടെ ശരിക്കും ഫഡ്നാവിസിൻ്റെ ഇത്തരം കുരുട്ടുബുദ്ധി കൊണ്ട് ഗുണം കിട്ടിയത് കോൺഗ്രസിനാണെന്ന് കാണാൻ കഴിയും. പ്രേംലാൽ, അതെ, ഒന്നും ചെയ്യാതെ കോൺഗ്രസിന് ഇതിന്റെ ഗുണം കിട്ടി എന്നുള്ളതാണ് നമുക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നത്. കാരണം കോൺഗ്രസിനാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ, ഈ പറഞ്ഞ മാതിരി NCP, ശരത് പവാർ നയിച്ചുകൊണ്ടിരുന്ന ഒരു NCP, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ കുടുംബത്തോട് മഹാരാഷ്ട്രയിലെ പ്രദേശവാസികൾക്ക് ഒരു വലിയ ഒരു ബന്ധമുള്ളതാണ്. അതിനെല്ലാം വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തത്. അത് പൊതുജനങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ ആ തീരുമാനം വളരെയധികം വിപരീതമായൊരു ഫലമാണ് ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം തന്നെ കാണാൻ കഴിഞ്ഞത്. അത് ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പ്രതിപക്ഷത്തെ നിർജ്ജീവപ്പെടുത്തുക, മറ്റ് പാർട്ടികളിലെ നേതാക്കളെ
മുന്നണിയിലേക്ക് ചേർക്കുക, ഇങ്ങനെ മുന്നണിയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം വിലപ്പോയില്ലെന്ന് വേണം. തിരഞ്ഞെടുപ്പ് ഫലം അതെല്ലാം വിലപ്പോയില്ലെന്നുള്ളൊരു ഫലമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം എതിർപ്പ്, ഇത്രമാത്രം പ്രതിഷേധം സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ ദേവേന്ദ്ര ഫഡ്നാവിസ് നേരിടുന്നത്. നിതിൻ ഗഡ്കരിയൊക്കെ ഒരു മൂലയ്ക്ക് ഒതുക്കിയതിന് ശേഷം മഹാരാഷ്ട്രയുടെ നേതാവായി മാറാനുള്ള ഒരു വലിയ നീക്കമാണ് ഫഡ്നാവിസ് നടത്തിയത്. എന്തായാലും പ്രമോദ് മഹാജന് ശേഷം മുംബൈയുടെ മുഖമായി മാറാനുള്ള ഫഡ്നാവിസിൻ്റെ ശ്രമം ഏതാണ്ട് പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ വളരെ ശക്തരായി മാറുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു.